നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ് സംസ്ഥാനം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ CPM-ഉം CPI-യും ഉൾപ്പെടെയുള്ള പാർട്ടികൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. CPM ഇത്തവണ 86 സീറ്റുകളിലാണ് മത്സരിക്കുന്നത് LDF-ൽ. അതിൽ അവർ 81 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 5 സ്ഥാനാർത്ഥികളെ ഇനി അവർ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കാനുണ്ട്. അത് 5ഉം പാർട്ടി സ്വതന്ത്രരായിട്ട് മത്സരിപ്പിക്കുന്ന സ്ഥാനാർത്ഥികളാണ്. എന്തായാലും 56 സിറ്റിംഗ് MLA-മാർക്കാണ് ഇത്തവണ CPM വീണ്ടും സീറ്റ് കൊടുക്കുന്നത്. അതിൽ തന്നെ ഏതാണ്ട് 18ഓളം അംഗങ്ങൾക്ക് 18ഓളം MLA-മാർക്ക് 2 ടേം നിബന്ധനയിൽ പാർട്ടി ഇളവ് കൊടുത്തിട്ടുണ്ട്. സാധാരണഗതിയിൽ അത്തരത്തിൽ ഒരു ഇളവ് പാർട്ടി നൽകുന്നതല്ല. നമുക്കറിയാം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് തോമസ് ഐസക്കിനെ പോലെ, G സുധാകരനെ പോലെയുള്ള, C രവീന്ദ്രനാഥിനെ പോലെയുള്ള പ്രമുഖ നേതാക്കളെയും അന്ന് മന്ത്രിമാരായിരുന്നവരെയൊക്കെ തന്നെ മാറ്റി നിർത്താനായിട്ട് പാർട്ടി പറഞ്ഞത് 2 ടേം നിബന്ധന എന്ന് പറയുന്ന വ്യവസ്ഥയായിരുന്നു. അത് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ട് അത്തരത്തിൽ പല നേതാക്കളെയും EP ജയരാജൻ ഉൾപ്പെടെയുള്ളവരെ മാറ്റി നിർത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്നാൽ 2026 വരുമ്പോൾ ആ നിബന്ധനയിൽ, ആ ചട്ടത്തിലൊക്കെ തന്നെ പാർട്ടി വലിയ രീതിയിൽ പൊളിച്ചെഴുത്ത് നടത്തുകയാണ്. അതിനകത്ത് ഇളവ് കൊടുക്കുകയാണ്. മുഖ്യമന്ത്രി ഉൾപ്പെടെ 18 അംഗങ്ങൾക്കാണ്, 18 MLA-മാർക്കാണ് 2 ടേം നിബന്ധനയിൽ ഇളവ് നൽകിക്കൊണ്ട് വീണ്ടും മത്സരിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അത്തരത്തിൽ ഈ 18 മണ്ഡലങ്ങളിൽ എന്തുകൊണ്ട് വീണ്ടും ഇവരെ തന്നെ മത്സരിപ്പിക്കുന്നു, അതായത് 2 ടേം വ്യവസ്ഥ പിന്നിട്ട് തുടർച്ചയായിട്ടുള്ള 3ാമത്തെ തവണയും ഇവരെ എന്തുകൊണ്ട് മത്സരിപ്പിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് പാർട്ടി പറയുന്ന മറുപടി അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത്രയും മണ്ഡലങ്ങളിൽ ഇവരല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കഴിയുന്നില്ല. വിജയസാധ്യതയുള്ള മറ്റൊരാളെ ഈ 18 മണ്ഡലങ്ങളിലും കണ്ടെത്താൻ കഴിയുന്നില്ല. മുഖ്യമന്ത്രിയുടെ മണ്ഡലം നമുക്ക് ഒഴിച്ചു നിർത്താം. പാർട്ടിയും മുഖ്യമന്ത്രിയുടെ മണ്ഡലം ഒഴിച്ചു നിർത്തിക്കൊണ്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. കാരണം മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ വിജയം സുനിശ്ചിതമാണ്. അപ്പോൾ ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ ഈ പറയുന്നത് പോലെ വീണ്ടും ഈ സിറ്റിംഗ് MLA-മാർക്ക് 2 ടേം നിബന്ധന പരിഗണിക്കാതെ മത്സരിപ്പിക്കാനായി ഇറക്കുന്നത് അവർക്ക് മാത്രമാണ് ജയസാധ്യതയുള്ളത്. അവരെ മാറ്റി മറ്റൊരു സ്ഥാനാർത്ഥി അവിടെ രംഗത്തിറക്കിയാൽ ആ മണ്ഡലം കൈവിടും. അതായത് 18ഓളം മണ്ഡലങ്ങൾ കൈവിടുന്ന ഒരവസ്ഥ, പുതിയൊരു സ്ഥാനാർത്ഥി വന്നാൽ കൈവിടുന്ന ഒരവസ്ഥയുണ്ടാകും. അതുകൊണ്ട് അവിടെ ജയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 18 മണ്ഡലങ്ങളിലും ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നത്. 2 ടേം നിബന്ധനയൊക്കെ തന്നെ കാറ്റിൽ പറത്തി അതൊക്കെ എടുത്ത് അട്ടത്ത് വെച്ച് വീണ്ടും അവർക്ക് 3ാമത്തെ തവണ കൂടി മത്സരിപ്പിച്ച് അവരിലൂടെ സീറ്റ് നിലനിർത്താമെന്നുള്ള വലിയ പ്രതീക്ഷയാണ് CPM-നുള്ളത്. അവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അത്തരത്തിൽ പറയുമ്പോൾ അതിൻ്റെ മറുവശം എന്ന് പറയുന്നത് ഈ ഇത്രയും മണ്ഡലങ്ങളിൽ CPM വലിയ രീതിയിൽ തോൽവിയെ ഭയക്കുന്നുണ്ട്, അല്ലെങ്കിൽ തോൽവി നേരിടാനുള്ള സാധ്യതയുണ്ട്. അവർ ഒരു പരാജയം അവിടെ മണക്കുന്നുണ്ട് എന്നതാണ്. ടൈറ്റ് ഫൈറ്റ് ഈ മണ്ഡലങ്ങളിൽ അത്രയും നടക്കുന്നുണ്ട് എന്നത് പാർട്ടി തന്നെ സമ്മതിക്കുന്നതിന് തുല്യമാണ് എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം തിരുവനന്തപുരത്ത് അവിടെ നിലവിൽ 10 സിറ്റിംഗ് MLA-മാരാണ് LDF-നുള്ളത്. അതിൽ തന്നെ ഏതാണ്ട് 6ഓളം MLA-മാർ പറയുന്ന പോലെ 2 ടേം വ്യവസ്ഥ കഴിഞ്ഞവരാണ്. അവരെ വീണ്ടും മത്സരിക്കുകയാണ്. അവിടെ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് ജില്ലാ സെക്രട്ടേറിയറ്റിൽ നടന്ന ചർച്ചയിൽ MP ഗോവിന്ദൻ അതിന് മറുപടിയായിട്ട് അവിടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ തന്നെ വിമർശനം ഉന്നയിച്ചപ്പോൾ പറഞ്ഞത് ഇവിടെ ജില്ലയിലെ നേതാക്കളുടെ ഒരു അഭാവമുണ്ട്, വലിയ മുതിർന്ന നേതാക്കൾ അല്ലെങ്കിൽ പുതിയ നേതാക്കളെ വളർത്തിക്കൊണ്ടുവരാൻ കഴിയുന്നില്ല തിരുവനന്തപുരത്ത് എന്നുള്ളൊരു വിമർശനമാണ് അദ്ദേഹം പറഞ്ഞത്. തിരുവനന്തപുരത്ത് തന്നെയാണ് ഇത്തവണ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഈ ടേം വ്യവസ്ഥയിൽ ഇളവ് ലഭിച്ചിരിക്കുന്നത്. അത് തിരുവനന്തപുരത്ത് കഴിഞ്ഞ ജില്ലാ സെക്രട്ടറി ആയിട്ടിരുന്ന V. ജോയ് ഉൾപ്പെടെയുള്ളവരുണ്ട്. വർക്കലയിലാണ് V. ജോയ് മത്സരിക്കുന്നത്. ഒപ്പം തന്നെ കഴക്കൂട്ടത്ത് മുൻ മന്ത്രി കൂടിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രന് ഇളവ് അനുവദിക്കുന്നു. കൂടാതെ പാറശാല, നെയ്യാറ്റിൻകര ഉൾപ്പെടെയുള്ള വാമനപുരം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ, കാട്ടാക്കട എന്നീ മണ്ഡലങ്ങളിലെല്ലാം തന്നെ ഈ പറയുന്ന MLA-മാർക്ക് 2 ടേമിൽ ഇളവ് കൊടുക്കുന്നു. ഒപ്പം വട്ടിയൂർക്കാവിലെ MLA VK പ്രശാന്ത്, അദ്ദേഹം 1.5 ടേം മാത്രമേ ഉള്ളൂ. ആദ്യം അദ്ദേഹം ഒരു ഉപതെരഞ്ഞെടുപ്പിലൂടെയാണ് വരുന്നത്. പിന്നീട് 2021 മത്സരിച്ച് വിജയിക്കുന്നു. ആ ഒരു ഇളവ് VK പ്രശാന്തിനും ലഭിക്കുന്നുണ്ട്. അത്തരത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് മാത്രം 6 MLA-മാർക്ക് ഈ 2 ടേം നിബന്ധനയിൽ ഇളവ് ലഭിക്കുന്നുണ്ട്. കൊല്ലത്തേക്ക് വരുമ്പോൾ കൊല്ലത്ത് ഇരവിപുരത്താണ് അത്തരത്തിലൊരു ഇളവ് കൊടുക്കുന്നത്. അത് അവിടുത്തെ MLA ആയിട്ടുള്ള നൌഷാദിനാണ്. തുടർച്ചയായി 2 തവണ അദ്ദേഹം മത്സരിച്ച് വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. പത്തനംതിട്ടയിൽ ആറന്മുളയാണ്. 2016-ലും 2021-ലും ആറന്മുളയിൽ നിന്നും വീണ ജോർജ് മത്സരിച്ച് ജയിച്ചതാണ്. നിലവിലെ മന്ത്രിയാണ്, ആരോഗ്യമന്ത്രിയാണ്. ഒരിക്കൽ കൂടി വീണ ജോർജിന് മാത്രമേ വിജയസാധ്യതയുള്ളൂ എന്ന വിലയിരുത്തലിൽ പാർട്ടി അവിടെ സീറ്റ് കൊടുക്കുകയാണ്. എന്നാൽ വീണ ജോർജിനെതിരെ വലിയ രീതിയിൽ പാർട്ടിക്കുള്ളിലും ജനങ്ങൾക്കിടയിലും വലിയ രീതിയിലൊരു അപമതിപ്പ് ഇതിനോടകം തന്നെ സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്.
പിന്നീട് ആലപ്പുഴയിലേക്ക് വന്നു കഴിഞ്ഞാൽ കായംകുളത്ത് പ്രതിഭയ്ക്കും സമാനമായ രീതിയിൽ ഇളവ് കൊടുക്കുന്നു. എറണാകുളം ജില്ലയിലെ 2 മണ്ഡലങ്ങളാണുള്ളത്. ഒന്ന് കൊച്ചിയിലെ KJ മാക്സിക്കും ഒപ്പം തന്നെ കോതമംഗലത്ത് ആന്റണി ജോണിനും ഇളവ് കൊടുക്കുന്നുണ്ട്. തൃശ്ശൂരിൽ കുന്നംകുളത്ത് AC മൊയ്തീൻ, മുൻ മന്ത്രിയാണ് അദ്ദേഹം, AC മൊയ്തീനെ തന്നെ അവിടെ വീണ്ടും മത്സരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ കോഴിക്കോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ പേരാമ്പ്രയിൽ LDF കൺവീനർ കൂടിയായിട്ടുള്ള TP രാമകൃഷ്ണൻ വീണ്ടും മത്സരിക്കുകയാണ്. വയനാട് മാനന്തവാടിയിൽ OR കേളു വീണ്ടും മത്സരിക്കുന്നു. അത്തരത്തിൽ CPM-ന്റെ ചിഹ്നത്തിൽ മത്സരിക്കുന്ന ഇത്രയും ആളുകൾക്ക് ഇളവ് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ CPM-ന്റെ പാർട്ടി സ്വതന്ത്രമായിട്ട് മത്സരിച്ച് വിജയിച്ചിരിക്കുന്ന 3 പേര് അത് മലപ്പുറം ജില്ലയിൽ നിന്നുള്ളവരാണ്. ഒന്ന് തവനൂരിൽ നിന്നുള്ള മുൻ മന്ത്രി കൂടിയായിട്ടുള്ള KT ജലീൽ, അദ്ദേഹം ഇതിനോടകം 4 തവണ സ്വതന്ത്രം എന്നുള്ള നിലയിൽ മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട്. 5ാം തവണയുള്ള ഒരു പോരാട്ടത്തിന് തവനൂരിലെ KT ജലീൽ ഇറങ്ങുകയാണ്. താനൂരിൽ 3ാം തവണയാണ് മന്ത്രി കൂടിയായിട്ടുള്ള V അബ്ദുറഹ്മാൻ ഇറങ്ങുന്നത്. കുന്ദമംഗലത്ത്, കോഴിക്കോട് കുന്ദമംഗലത്ത് PTA റഹീം പാർട്ടിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത്. അദ്ദേഹം അവിടെ വീണ്ടും 5ാമത്തെ തവണ അവിടെ ജനവിധി തേടുകയാണ്. അത്തരത്തിൽ പാർട്ടി സ്ഥാനാർത്ഥികളും ഒപ്പം തന്നെ സ്വതന്ത്രമായിട്ട് ഉൾപ്പെടെ 18ഓളം ആളുകൾക്കാണ് ഇത്തരത്തിൽ വീണ്ടും ഒരു ഇളവിലൂടെ മത്സരിക്കാനുള്ള ഒരു അവസരം പാർട്ടി ഒരുക്കുന്നത്. അപ്പോൾ ഈ മണ്ഡലങ്ങളിലൊക്കെ തന്നെ CPM വലിയ രീതിയിൽ പരാജയ ഭീതിയിലാണ്. പ്രത്യേകിച്ചും ഈ പറഞ്ഞ മലപ്പുറം, താനൂര്, ഒപ്പം തന്നെ തവനൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ വലിയ രീതിയിൽ ഒരു പ്രതിസന്ധി പാർട്ടി നേരിടുന്നുണ്ട്. 2 മണ്ഡലങ്ങളിലും ഒരു ജനവികാരം പാർട്ടിക്കെതിരാണ്, അവിടുത്തെ സ്ഥാനാർത്ഥികൾക്കെതിരാണ്. ജലീലിനെതിരെ ശക്തമായ വികാരം അവിടെയുണ്ട്. ഇത്തവണ ജലീൽ തോൽവി നേരിടും എന്ന് പാർട്ടിക്കാർ തന്നെ പറയുന്നുണ്ട്. സമാനമായ രീതിയിൽ തന്നെയാണ് കായിക മന്ത്രി V അബ്ദുറഹ്മാന്റെ കാര്യവും. അപ്പോൾ ഈ 18 മണ്ഡലങ്ങളും തങ്ങൾ തോൽക്കുമെന്ന പാർട്ടി തന്നെ തുറന്നു പറയുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അത് തന്നെയാണ് പാർട്ടിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്ന ഒരു ഘടകവും. എന്തായാലും ഈ 18 മണ്ഡലങ്ങളിലും ശക്തമായ പോരാട്ടം നടക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അവിടങ്ങളിൽ ഒക്കെ തന്നെ UDF-നെ സംബന്ധിച്ച് തികഞ്ഞ ആത്മവിശ്വാസമാണുള്ളത്. അവിടെ മികച്ച പ്രകടനത്തിലൂടെ ഈ മണ്ഡലങ്ങളിൽ വിജയിക്കാൻ കഴിയും, അത് ആ മണ്ഡലങ്ങൾ പിടിച്ചെടുക്കാൻ കഴിയും എന്ന ശുഭാപ്തി വിശ്വാസം UDF-നുണ്ട്. അതവർക്ക് വെറുതെ ഉണ്ടായ ശുഭാപ്തി വിശ്വാസമല്ല. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെയുള്ള ഫലങ്ങൾ വിശകലനം ചെയ്യുകയാണെങ്കിൽ ഈ 18 മണ്ഡലങ്ങളിലും മേൽക്കൈ നേടാനായിട്ട് അല്ലെങ്കിൽ ശക്തമായ മുന്നേറ്റം നടത്താനായിട്ട് UDF-ന് അവരുടെ സ്ഥാനാർത്ഥികൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് LDF അല്ലെങ്കിൽ CPM ഇത്തരത്തിൽ 2 ടൈം നിബന്ധനയിൽ ഇളവൊക്കെ കൊടുത്ത് വീണ്ടും അവരെ മത്സരിപ്പിക്കുമ്പോൾ അവിടെ ഒരു കാര്യം അവര് പറയാതെ പറയുകയാണ്, ഇവിടെ ശക്തമായ പോരാട്ടം നടക്കുന്നുണ്ട്. ഈ മണ്ഡലങ്ങളൊക്കെ തന്നെ തങ്ങൾക്ക് കൈവിടാനുള്ള സാധ്യത കൂടുതലാണ്, തോൽവി എവിടെ തങ്ങളെ തുറച്ചു നിൽക്കുന്നുണ്ട് എന്ന് CPM തന്നെ തുറന്ന് സമ്മതിക്കുന്നതിൻ്റെ തുല്യമാണത്.